Hi friends, welcome back to day 24, 30-day study plan of laboratory assistant 10th mains examination. നാളെയാണ് നമ്മളുടെ ഡേ 24. അങ്ങനെ നിങ്ങളുടെ പഠനമൊക്കെ നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഡേ 24 ആയി. ഇനി ഓൾമോസ്റ്റ് ഒരു 7 ഡേയ്സ് അല്ലേ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. ആകെ ഒരു 7 ഡേയ്സ്. 7ാമത്തെ ദിവസം നമ്മളുടെ എക്സാമാണ്. അത് മുൻകൂട്ടി കണ്ട് നല്ല രീതിയിൽ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരും ഉഴപ്പരുത്. നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഡേ 24 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പതിവ് പോലെ മെം സീരീസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ മെം സീരീസ് എവിടെയാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഇന്നലെയും കമൻറ്റ്സ് കണ്ടു. നമ്മൾ ഒരുപാട് തവണ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ അവരുടെ ഫയൽസിൽ നോക്കുക. അവിടെ മെം സീരീസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. മെം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ PYQs ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ PYQs ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഏത് ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്നും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് PSC ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുവിധം ടോപ്പിക്ക് നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് കവർ ചെയ്തതുകൊണ്ടാണ്, ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ടാണ് ഈ മെം സീരീസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഉഴപ്പ് വരുത്താതെ ഈ 3 കാര്യങ്ങളിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ കാര്യങ്ങളിൽ ഈ മെം സീരീസിലൂടെ പ്രാക്ടീസ് ചെയ്യുക. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക എക്സാം വരെ. കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ജൂലൈ, ഓഗസ്റ്റ് 2024 കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കാം. ഓക്കെ, ജൂലൈ, ഓഗസ്റ്റ് 2024. ഇനി അടുത്തത് ഹോട്ട് ടോപ്പിക്സ് റിവിഷനിലേക്ക് വരാം. അവിടെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ നമ്മളൊരു 3 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്ന ഏരിയാസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു 3 വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് 3 നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കെമിസ്ട്രി അവിടെ നമുക്ക് തീരും. ഇനി അടുത്തത് ഫിസിക്സിലെ ഹോട്ട് ടോപ്പിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ദ്രാവകമർദ്ദം, പിന്നെ പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, അദഷൻ, കൊഹഷൻ, വിസ്കോസിറ്റി, കേശിക ഉയർച്ച. ഇത്രയും കാര്യങ്ങളാണ് SCERT ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അതിന് വേണ്ടിയിട്ട് 9th സ്റ്റാൻഡേർഡിലെ 5th ലെസണും പുതിയ SCERT ആണ്. പുതിയ SCERTയിൽ 9th സ്റ്റാൻഡേർഡ് 5th ലെസൺ ഫിസിക്സ് പ്ലവക്ഷമ ബലം, അതുപോലെ തന്നെ ഓൾഡ് SCERTയിൽ 9th സ്റ്റാൻഡേർഡ് 1st ചാപ്റ്റർ ദ്രവബലങ്ങൾ. ഈ 2 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ടോപ്പിക്സ്, ഫിസിക്സിൽ പഠിക്കാൻ തന്നിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് ഏതൊക്കെ? ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, അദഷൻ, കൊഹഷൻ, കേശിക ഉയർച്ച, വിസ്കോസിറ്റി. ഇത്രയും കാര്യങ്ങൾ അവിടെ കവർ ആവും. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. ഫിസിക്സിനെ സംബന്ധിച്ച് നമുക്ക് 3 മാർക്ക് മാത്രമാണ് SCERT അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ സ്ട്രെസ് അവിടെ കൊടുക്കാതെ ഹോട്ട് ടോപ്പിക്സ് ഓറിയൻറ്റഡ് ആയി പഠിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഈ രീതിയിൽ നിങ്ങൾ കവർ ചെയ്യുക. ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷൻ പറഞ്ഞത് കെമിസ്ട്രിയാണ്. ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ തന്നത് ഫിസിക്സുമാണ്. ഇനി അതുപോലെ നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നോട്ട് ചെയ്ത് പോകുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയൊക്കെ നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ദിവസം. ഇന്നല്ല നാളെ നിങ്ങൾ പഠിക്കേണ്ടത് വൈകുണ്ഠ സ്വാമികളും വക്കം മൗലവി, അയ്യങ്കാളി. ഇത് 3 പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ എക്സാമുകൾക്ക് ചോദിച്ചു വരുന്നത് ആളുകൾ ഇവരൊക്കെയാണ്. ഇവരെയൊക്കെ ഊന്നിയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. വൈകുണ്ഠ സ്വാമികൾ, വക്കം മൗലവി, അയ്യങ്കാളി. ഒരു ഹോട്ട് ടോപ്പിക്കാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ. ഈ ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ MT വാസുദേവൻ നായരുടെ കാര്യം നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് MT വാസുദേവൻ നായരുടെ കാര്യങ്ങൾ പഠിക്കണം. കാരണം അദ്ദേഹം റീസെൻ്റായി മരണപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക്സും അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയ ഇയേഴ്സും അതെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ജ്ഞാനപീഠം കിട്ടിയ വർഷങ്ങളൊക്കെ, അതായത് നമുക്ക് മൊത്തം 6 പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇതുവരെ അല്ലേ, മലയാളികൾക്ക്. അപ്പോൾ ആ 6 പേരുടെയും കിട്ടിയ വർഷങ്ങളും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും ആത്മകഥകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ MT വാസുദേവൻ നായരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഡേ 24 നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ള മെം സീരീസ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് മെം സീരീസ് അല്ലേ PYQ അല്ലേ എന്ന് വെച്ചിട്ട് പിന്നേക്ക് മാറ്റി വെക്കരുത്. മെം സീരീസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എക്സാമിന് ടൈമും കൂടി സേവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളോട് ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രയോജനം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ടുകളോ അതുപോലെ ഏതെങ്കിലും ലിങ്കുകളോ അങ്ങനെയൊക്കെ ചാനലിൻ്റെ ലിങ്കുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കവിടെ കമൻറ്റ് ബോക്സിൽ അത് സോൾവ് ചെയ്യാം.
അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ.